ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ വലിയ ഒരു സത്യം നേരിടുകയാണ്. അർഹതയില്ലാത്ത ആളുകൾ മുന്നിൽ നിന്ന് നമ്മളെ നയിക്കും. അത് രാഷ്ട്രീയത്തിലായാലും സമുദായ സംഘടനകളായാലും മറ്റ് പല പ്രസ്ഥാനങ്ങളിലായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കൂടുതൽ ശബ്ദിച്ച് ഇടിച്ചു കയറി വരുന്ന ആളുകൾ അവർ മുന്നിൽ തന്നെയാണ്. എന്നാൽ ചില നിശബ്ദരായ കാര്യശേഷിയുള്ള കർമ്മശേഷിയുള്ള ആളുകൾ സൈലന്റാണ്. ഈ ഒരു ദുരവസ്ഥ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. തലപ്പത്ത് ഇരിക്കുന്നവരെല്ലാം യോഗ്യത കൊണ്ടല്ല എത്തിയത്, അവര് ശബ്ദം കൊണ്ടാണ് എത്തിയത്. അവരാ മഹിമ ആഘോഷിക്കുകയാണ്. അത് നമ്മുടെ സമ്പത്ത് അവര് തൂർത്തിരിക്കുകയാണ്. അവർക്കൊരു ഡിസിപ്ലിൻ ഇല്ല. അവർ ശബ്ദമുയർത്തുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പല നല്ലവരായ ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ആ മഹിമ ആഘോഷിച്ച് ഒരു മേൽക്കോയ്മ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ അതിനെതിരെ ശബ്ദിച്ചാൽ എന്താണ് പ്രയോജനം? ഈ വീഡിയോ അതിനുള്ളൊരു പരിഹാരമാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നത്തിന്റെ വേരുകൾ? ഈ പ്രശ്നം നേതാക്കളുടെ കുറവ് കൊണ്ടല്ല സംഭവിക്കുന്നത്. നേതൃത്വ ബോധമുള്ള മനുഷ്യരുടെ കുറവാണ്. അവർക്ക് ശബ്ദമുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് അധികാരമെന്ന മോഹമുണ്ട്. പക്ഷേ ഇത് നമുക്കുള്ള സ്ഥലമല്ല എന്ന് കരുതി അവർ നിശബ്ദരാകുന്നു. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വിചാരിച്ച് അവർ മൗനം പാലിക്കും. നല്ലവര് മൗനം പാലിക്കുമ്പോൾ അനർഹർ അത് ആഘോഷിക്കുന്നു. എന്റെ വ്യക്തിപരമായ അനുഭവം, ഞാൻ പല പ്രസ്ഥാനങ്ങളിലും നേതൃത്വം നൽകിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല ഉദ്ദേശത്തോടെയാണ് പോയതും പ്രവർത്തിച്ചതും. പക്ഷെ ഞാൻ കണ്ടത് അതിക്രമങ്ങളായിരുന്നു. പല കുതന്ത്രങ്ങളും, പല അന്തർധാരകളും, പല കപട നാട്യങ്ങളും എല്ലാം എനിക്കും കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല കടന്നുകയറ്റങ്ങളും നേരിൽ കാണേണ്ടി വന്നു. പലരുടെയും വ്യക്തിപരമായ അജണ്ടകളായിരുന്നു ഓരോ പ്രസ്ഥാനത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. നല്ല ആശയങ്ങൾ അവഗണിക്കപ്പെട്ടു, ശരിയായ തീരുമാനങ്ങൾ തള്ളിക്കളഞ്ഞു. അവസാനം ഞാൻ നിരാശനായി തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അതൊന്നുമല്ല. ദിശയില്ലാത്തവർ നിയന്ത്രിച്ചു, അവർ കാര്യങ്ങൾ നടപ്പിലാക്കി. നമ്മൾ കളിപ്പാവകളെ പോലെ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരേണ്ടി വന്നു. യഥാർത്ഥ നേതൃത്വം ഒരു കസേരയല്ല. നേതൃത്വം ഉത്തരവാദിത്വമാണ്. നേതൃത്വം സംസാരിക്കലല്ല, തീരുമാനം എടുക്കൽ ആണ്. ഒരു നല്ല നേതാവിന് 3 ഗുണങ്ങൾ വേണം. 1 നേതൃത്വ ഗുണം, 2 ദിശാബോധം, 3 നടപ്പിലാക്കാനുള്ള ആ ഒരു കർമ്മശേഷി വേണം. ഇവയില്ലെങ്കിൽ നേതൃത്വം അപകടമാണ്. ഏറ്റവും പ്രധാനം ലക്ഷ്യബോധം, ദിശാബോധം. പരിഹാരം, നേതാക്കളെ മാത്രം മാറ്റിയാൽ അതിന് പരിഹാരമാവില്ല. നേതൃത്വ ഗുണമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഹൈഫോഴ്സ് അക്കാഡമി ഇതൊരു പാർട്ടിയല്ല, ഒരു മതസംഘടനയല്ല, ഒരു അധികാര കേന്ദ്രവുമല്ല. ഇതൊരു ദിശാബോധത്തോടുകൂടി വരും തലമുറയെ, നേതൃത്വമുള്ള കഴിവുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ, രാഷ്ട്രീയക്കാരെ, സംഘാടകരെ എല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു പ്രതിബദ്ധതയോടെ ലക്ഷ്യമിടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നയിക്കണം, എങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനെ സർക്കാർ പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണകരമാക്കണം, എങ്ങനെ വ്യക്തിപരമായ ലാഭത്തിന് മുകളിലായി സമൂഹത്തിന്റെ ചിന്തകൾ വളർത്തണം. അതിനായി യുവാക്കളോട് പറയാനുള്ള ഒരു സന്ദേശം, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നില്ല. പക്ഷേ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ മൗനം പാലിച്ചാൽ അർഹതയില്ലാത്തവർ നമ്മെ നയിക്കും. ഈ നൂറ്റാണ്ടിന്റെ അവസാനമെങ്കിലും ദിശാബോധമുള്ള ചെറുപ്പക്കാർ വളർന്നു വരേണ്ടതിന്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്.
എന്തെല്ലാം ദുരവസ്ഥകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കൃത്യമായ പദ്ധതി നിർവഹണം നടക്കുന്നില്ല. അനർഹരായ, വിദ്യാഭ്യാസമില്ലാത്ത, വെറും വാചാലരായിട്ടുള്ള ആളുകൾ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും മുൻപിൽ വന്ന് ഭാവി തലമുറ ഇരുളടഞ്ഞതാക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത്. ആ മാറ്റത്തിനായി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ തയ്യാറാവണം, നിങ്ങൾ ധൈര്യം നേടണം. അവസാനിപ്പിക്കുകയാണ്. ശ്രമിച്ചാലും എന്ത് പ്രയോജനം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം. നാം ശ്രമിക്കാതെ ഇരുന്നാൽ സമൂഹത്തിന് എന്ത് നഷ്ടമുണ്ടാകും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മനസ്സിൽ അത് വയ്ക്കണം. മാറ്റം പുറത്തുനിന്ന് വരില്ല. മാറ്റം നിങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ തയ്യാറാണോ?